ഇന്ന് നമ്മൾ രാവിലെ തന്നെ നീച്ചാണ് നല്ലൊരു മക്രോണൊക്കെ ഉണ്ടാക്കിയിട്ടാ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വീടിൻ്റെ നേരെ ബാക്ക് പോയി. അവിടെ കാണാൻ തന്നെ നല്ല രസമാട്ടാ. ഉണ്ടാവണം ഇതേമാതിരി വെള്ളക്കെട്ടൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക. ഇതിങ്ങനെ കാണുമ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അതാണ് അതിൻ്റെ രസം. ഇതിങ്ങനെ എത്ര നോക്കുന്നാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ നോക്കാം. അപ്പം ഉണ്ടാവും ഓരോരുത്തർ മീൻ പിടിച്ചതും തോണിയിട്ട് പോണതൊക്കെ അങ്ങനെ നമുക്ക് നോക്കിയിരുന്നാൽ തന്നെ ഒരു മനസ്സിൻ്റെ ഒരു കുളിർമയാണ്. പിന്നെ ഇത് മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മളെ പണിക്കോണ്ടേ. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ ഇങ്ങനെ നീച്ചാൻ തോന്നില്ല. അങ്ങനെ നോക്കിയിരിക്കും. അതന്നെ ഏതായാലും നമ്മൾ പോയി നമ്മളെ പരിപാടി തുടങ്ങാൻ എണ്ണി അടിച്ചിക്കാണ്ട് നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. അത് മാത്രമല്ല, നമ്മൾ രാവിലെ മാത്രം കഴിച്ചിട്ടുള്ളൂ. ഉച്ചക്കത്തെ നമുക്ക് കഴിക്കണം. വെള്ളം പൈച്ചാൻ തുടങ്ങിക്കണം. ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ട് കഴിക്കണം എന്ന് തോന്നിയാൽ ഇതാണോ ഇതേമാതിരി റോളോ അങ്ങനെ എന്തെങ്കിലും നടക്കുള്ളൂ. അതാകുമ്പോൾ വണ്ടി പോകുമ്പോഴും നമുക്ക് തിന്നാം. അങ്ങനെ നമുക്കൊരു ഓർഡർ കിട്ടിയതാണ് ഇത്. എന്താ വെച്ചാൽ നമ്മൾ ഓർഡറൊക്കെ എടുത്തതിന് ശേഷം മൂപ്പര് പറയണം അതൊന്ന് ക്യാൻസലാക്കാൻ പറ്റുമോ. അപ്പം നമ്മൾ പറഞ്ഞു അങ്ങനെ ക്യാൻസലാക്കാൻ നമുക്ക് പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസലാക്കാൻ പറ്റുള്ളൂ, നമുക്ക് അതിന് ഓപ്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെ മൂപ്പരിൽ നിന്ന് എടുത്താണ് ക്യാൻസലാക്കിയപ്പോൾ സൊമാറ്റോക്കാർ ഇനി ആ ഓർഡർ വേറെ ആർക്കെങ്കിലും വേണമെന്ന് ഇങ്ങനെ നോക്കിക്കാം. അതാണ് ഇപ്പോൾ ഈ സമയം. നമ്മളങ്ങനെ കുറേ നേരം നിന്നു. എന്നിട്ട് ഒരു അഡ്രസ്സും ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ സമയം കഴിയോളം നമ്മൾ നിന്നേ പറ്റുള്ളൂ. അതാണ് എന്ത് സൊമാറ്റോക്കാരുടെ പോളിസി. അതിൻ്റെ ഇടയ്ക്ക് ഓല് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ആർക്കെങ്കിലും വേണോ എന്ന് വെച്ച് നടക്കേക്കരു പോലെ. അതാണ് പോലും എഴുതി കാട്ടുണ്ട് ഫൈൻഡിങ് ന്യൂ കസ്റ്റമർ എന്ന്. ആയിക്കോട്ടെ, നമ്മൾ കാത്തിക്കുക. അതിനാളിപ്പോൾ നമ്മൾ ആ ഓർഡർ എന്തുകൊണ്ടാണ് ക്യാൻസലാക്കി വെച്ചാൽ ഈ ഓർഡർ ചെയ്ത ആൾ മൂപ്പരെ പെരയ്ക്കും വേണ്ടി ഓർഡർ ചെയ്തതിന് പറഞ്ഞു. അപ്പോൾ പെരക്കാർ വിളിച്ചാൽ ഇനിയിപ്പോൾ അത് ഓർഡർ ചെയ്യണ്ടേ, നമ്മളിവിടെ ഉണ്ടാക്കിക്കോളാറൊന്നുമില്ല. അങ്ങനെ ഇക്കാരം അതാണിപ്പോൾ മൂപ്പര് നമ്മളോട് പറഞ്ഞത്. അങ്ങനെ മൂപ്പര് നമ്മൾ ഓർഡറൊക്കെ പിക്ക് ചെയ്തതിന് ശേഷമാണ് മൂപ്പര് പറയണത് ക്യാൻസലാക്കണത്. അപ്പോൾ മൂപ്പർക്ക് അതിനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഏതായാലും കാത്തുനിന്ന് ഈ സമയമാണ് കഴിഞ്ഞു. സമയം കഴിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുന്നേ. ഞാൻ വിചാരിച്ചത് എന്താന്ന്. അപ്പോഴാണ് ഓല് കാണിച്ചത് ഓർഡർ ക്യാൻസൽ ആയിക്കണമെന്ന്. വേറെ കസ്റ്റമർ ആരും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ആളുണ്ട്. മൂപ്പർക്ക് വിളിച്ച് കണ്ട് മൂപ്പരോട് വെച്ച് ഇതെന്താ ചെയ്യേണ്ടി വെച്ചു. അപ്പം മൂപ്പര് നല്ല മനസ്സുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതെടുത്തോന്നും പറഞ്ഞു. ഏതായാലും നമ്മളെ പരിപാടി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടൊന്നാണ്. നമുക്കിപ്പോൾ ഫുഡ് കഴിക്കണ അവസ്ഥ നമ്മളിപ്പോഴല്ലേ ഷവർമ്മ കഴിച്ചത്. അങ്ങനെ നമ്മളെ പരിപാടി തുടർന്നുകൊണ്ടേ വന്നു. ഈ സ്ഥലം ഇപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവുമല്ലോ അല്ലേ. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം കഴിച്ചാണ്. ആദ്യം ഇത് കാണാനായിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ വണ്ടി വിളിച്ച് വന്നീനു. അങ്ങനെ ഒരു ബൺ മസ്ക് കണ്ടപ്പോൾ അത് തിന്നാൻ പൂതിയായി. ഏതായാലും നമ്മളെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോഴാണ് നമ്മളാ സാധനം കിട്ടിയത്. ഓർഡർ ക്യാൻസലായ ഫുഡ് കിട്ടിയത് നമുക്ക്. അപ്പോൾ അത് നിന്ന് വെള്ളമച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി എന്നാൽ.